ഈ പ്രപഞ്ചത്തിന്റെ വലുപ്പം എത്രയാ? നമ്മൾ ആലോചിച്ച് നോക്കിയാൽ നമ്മളൊന്നും ഈ പ്രപഞ്ചത്തിൽ ഒന്നുമല്ല. പുണ്യ നബി തങ്ങളെ അള്ളാഹു കൊണ്ടുപോകാൻ. തങ്ങൾക്ക് അള്ളാഹുവിനറിയാം 21-ാം നൂറ്റാണ്ട് ആസ്ട്രോണമിയുടെ കാലമാണ്, ആസ്ട്രോനോട്ടുകളുടെ കാലമാണ്, പ്രപഞ്ചത്തിലേക്ക് വിഹായസിലേക്ക് യാത്ര പോകുന്ന കാലമാണ്. 21-ാം നൂറ്റാണ്ടിലും പുണ്യ നബിയുടെ മുഅ്ജിസത്ത് അവസാനിക്കുന്നില്ല. നിങ്ങൾ എത്ര വലിയ യാത്ര ചെയ്താലും മാർസ് വരെ പോകുന്നുള്ളൂ, മാർസിലേക്ക് എത്തുന്നു. ഇനിയിപ്പോ ജൂപ്പിറ്ററിലേക്കോ അല്ലെങ്കിൽ യുറാനസിലേക്കോ നെപ്റ്റ്യൂണിലേക്കോ പ്ലൂട്ടോയിലേക്കോ അല്ലെങ്കിൽ ആൽഫ സെഞ്ചുറിയിലേക്കോ എവിടെങ്കിലും എത്തിയാലും ഇതൊന്നും പുണ്യ റസൂൽ പോയതിന്റെ 4 എത്തുന്നില്ല. ഈ ദൃശ്യപ്രപഞ്ചത്തിന്റെ അതിരും കടന്ന് 1ഉം 2ഉം 3ഉം 4ഉം 5ഉം 6ഉം 7ഉം ആകാശങ്ങൾ കടന്ന് ഒരു രാത്രി കൊണ്ട് തിരിച്ചു വന്നു എന്ന് അള്ളാഹു പറഞ്ഞതിന്റെ പേരിൽ, പുണ്യ നിബിധങ്ങൾ പഠിപ്പിച്ചതിന്റെ പേരിൽ അതിന്റെ സത്യസന്ധതയെ പരിപൂർണമായി ഉൾക്കൊള്ളുന്നവരാണ് സത്യവിശ്വാസികൾ. ആ ഒരു മഹാത്ഭുതം നിബിധങ്ങൾക്ക് സമൂഹത്തോട് പറയാൻ ഇച്ചിരി വിഷമായി. പക്ഷേ തങ്ങൾക്കത് പറയാതിരിക്കാൻ പറ്റുമോ? അതൊരു സത്യമല്ലേ? മുമ്പിൽ കണ്ട ആൾ അബൂജഹലിനോടാ പറഞ്ഞത്, ഞാൻ ഇന്നലെ ബൈത്തുൽ മുഖദ്ദസിലൊക്കെ പോയി വന്നു. ഓ ഓ ഓ ബൈത്തുൽ മുഖദ്ദസിലോ? കാരണം 40 ദിവസം എടുക്കും പോയി വരാൻ, റജബ് 27 അന്ന്. അപ്പോഴേക്കും ആളുകൾ ഓടാൻ തുടങ്ങി. സിദ്ദീഖ് തങ്ങളുടെ, സിദ്ദീഖയെ നിന്റെ കൂട്ടുകാരന് ഭ്രാന്താന്ന് ഞങ്ങൾ പറഞ്ഞില്ലേ? ഇന്നലെ അതാ പറഞ്ഞു ബൈത്തുൽ മുഖദ്ദസിൽ പോയി വന്നു. അല്ലാഹുവിന്റെ റസൂല് പറയാൻ, അവരെന്നോട് ചോദിച്ചു, ബൈത്തുൽ മുഖദ്ദസ് എത്ര വാതിലുണ്ട്, അതിന് എത്ര സ്റ്റെപ്പുകളുണ്ട്, എത്ര ജനലുണ്ട്, എത്ര തൂണുകളുണ്ട്, എത്ര പില്ലറുകളുണ്ട്? അള്ളാഹു ബൈത്തുൽ മുഖദ്ദസിനെ എന്റെ മുമ്പിൽ ഇങ്ങനെ കൊണ്ടുവന്ന് തന്നു. ഞാനിങ്ങനെ, അവർ ചോദിക്കുന്നു, ഞാൻ നോക്കി ഇങ്ങനെ മറുപടി പറയുന്നു. പിന്നെ ചോദിച്ചു, ഞങ്ങളുടെ യാത്രാ സംഘം ആ വഴിക്കുണ്ടല്ലോ, കാരണം അവർ ബിസിനസ് പോകുന്ന റൂട്ടാണത്. മക്ക, മദീന, ബദർ വഴി, മദീന കഴിഞ്ഞാൽ തബൂക്ക് വഴി നേരെ ഫലസ്തീൻ. അപ്പൊ ഞങ്ങളുടെ യാത്രാ സംഘം എവിടെ എത്തിയിട്ടുണ്ട്? ഓരോരുത്തരും, നിങ്ങളുടെ യാത്രാ സംഘം നാളെ ഇവിടെ മക്കയിലെത്തും, നിങ്ങളുടേത് മറ്റന്നാള്, നിങ്ങളുടേത് ഇന്ന് ഉച്ചക്കെത്തും, നിങ്ങളുടേത്. ഓരോന്നും അതുപോലെ ലഭിതങ്ങൾ പറഞ്ഞു കൊടുത്തു, അതുപോലെ സംഭവിക്കുകയും ചെയ്തു. അപ്പൊ അവർ വിചാരിച്ചത് എന്തോ മാജിക് ആയിരിക്കും. പിന്നെ അല്ല, സുബ്ഹാനല്ലദീ, അല്ലാഹു പരിശുദ്ധനാണ്, അസ്റാ ബിഅബ്ദിഹി, അല്ലാഹുവിന്റെ അടിമയെ അല്ലാഹുവാണ് കൊണ്ടുപോയത്. അള്ളാഹു കൊണ്ടുപോയതിൽ പിന്നെ എന്താ സംശയം? അള്ളല്ലേ കൊണ്ടുപോയത്, നബി ഒറ്റയ്ക്ക് പോയതല്ല, അള്ളാഹ് കൊണ്ടുപോയതാണ്. അവിടെ കഴിഞ്ഞു, പിന്നെ ഒന്നും നമുക്ക് ചിന്തിക്കാനില്ല. അവിടെ സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം. വിശുദ്ധമായ ഉമ്മുൽ ഖുറാ, ഗ്രാമങ്ങളുടെ ഉമ്മയാണെന്ന് ഖുർആൻ പറഞ്ഞ നഗരങ്ങളുടെ ഉമ്മയായ മക്കയിൽ നിന്ന്, വിശുദ്ധമായ കഅബാലയത്തിന്റെ അരികത്ത് നിന്ന്, സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാമും മകൻ ഇസ്മായിൽ നബിയും പടുത്തുയർത്തിയ കഅബാലയത്തിൽ നിന്ന്, അൽ മസ്ജിദുൽ ഹറാമിൽ നിന്ന് എവിടെയോ അകലങ്ങളിൽ കിടക്കുന്ന, മിനിമം 2000-നടുത്ത് കിലോമീറ്റർ അകലത്ത് കിടക്കുന്ന മസ്ജിദുൽ അഖ്സയിലേക്ക്, ജെറൂസലേം, അന്ന് അതിന്റെ പേര് ഈലിയ എന്നാണ്, ഈലിയയിലെ അൽ മസ്ജിദുൽ അഖ്സയിലേക്ക് അല്ലാഹുവിന്റെ റസൂലിനെ കൊണ്ടുപോകുന്നു. ആ പള്ളിയാണെങ്കിലോ 2 പ്രവാചകന്മാർ പണിത പള്ളിയിൽ നിന്ന് 2 പ്രവാചകന്മാർ പണിത പള്ളിയിലേക്ക്, ഒരു ഖിബ്ലയിൽ നിന്ന് അടുത്തൊരു ഖിബ്ലയിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ രാത്രിയിലെ ഒരൽപ്പസമയം കൊണ്ട് കൊണ്ടുപോയ അല്ലാഹു പരിശുദ്ധനാണ്. അല്ലാഹുവിനെ പറ്റി മനസ്സിലാക്കുന്നില്ലേ? മനുഷ്യർക്ക് ചിന്തിക്കാൻ കഴിയാത്ത വേഗതയിലാണ് ഈ യാത്ര. സ്വല്ലു അല നബി മുഹമ്മദിൻ വആലിഹി. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി.